ഈ അടുത്ത് എൻ്റെ ക്ലിനിക്കിൽ ഒരു കപ്പിൾ വന്നിട്ടുണ്ടായിരുന്നു. ഡോക്ടറെ 5-8 കൊല്ലമായി ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട്. അവരുടെ പേരൻസാണ് ആക്ച്വലി അവരെ കൊണ്ടുവരുന്നത്. 5-8 കൊല്ലമായി ഡോക്ടറെ ഇവരെ കല്യാണം കഴിഞ്ഞിട്ട്. പക്ഷേ ഇന്നേ ഇവർ കുട്ടികളായിട്ടില്ല, ചെയ്യാത്ത ചികിത്സകളില്ല, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നൊരവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ എല്ലാ ടെസ്റ്റ് റിപ്പോർട്ട്സ് നോക്കുകയാണെങ്കിൽ എല്ലാം നോർമലാണ്, നോ ഇഷ്യൂസ് എന്നാണ് എല്ലാ റിപ്പോർട്ട്സും കാണിക്കുന്നത്. വൈഫാണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും, അതായത് ആ കുട്ടിയാണെങ്കിലും അവർ ഹസ്ബൻഡ് ആണെങ്കിലും ഒക്കെ എല്ലാം കൊണ്ടും അവർ ഹെൽത്തി ആയിട്ടുള്ള ആളുകളാണ്. പക്ഷേ വൈ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് പിന്നെ അവിടെ വന്നത്. അങ്ങനെ അവരെ കപ്പിൾസിലെ ബാക്കിയുള്ള എല്ലാവരും പുറത്താക്കി, കപ്പിൾസിനെ മാത്രം ഇരുത്തിയപ്പോഴാണ് അവർ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ചോദിച്ച് കുത്തി കുത്തി ചോദിക്കേണ്ടി വന്നു. കാരണം ഇങ്ങനത്തെ കേസസ് പൊതുവെ ആളുകൾ നമ്മളോട് ഓപ്പണായിട്ട് പറയാൻ കുറച്ച് മടിയുള്ള ആളുകളായിരിക്കും. അപ്പം ചോദിച്ചപ്പോഴാണ് ഇത്ര കൊല്ലമായി എങ്കിൽ പോലും അവരൊരിക്കൽ പോലും കറക്റ്റായിട്ടുള്ളൊരു രീതിയിൽ സെക്സിൽ ഏർപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ പെനട്രേഷൻ സെക്സിൽ അവർ ഏർപ്പെട്ടിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഞങ്ങളെല്ലാം ചെയ്യാറുണ്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താണ്, താല്പര്യക്കുറവ് കൊണ്ടാണോ, അതോ പേടി കൊണ്ടാണോ, അതോ എന്താണ് സംഭവം എന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഇമോഷണലി ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള കപ്പിൾസാണ്, ഞങ്ങളൊന്നും വിചാരിക്കരുത്, ഞങ്ങൾക്ക് പരസ്പരം ഭയങ്കര ഇഷ്ടമൊക്കെ തന്നെയാണ്, ഞങ്ങൾക്ക് ഫോർ പ്ലേ ആണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നടക്കുന്നുണ്ട്, ബെഡ്റൂമിലൊക്കെ കയറി എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ പെനട്രേഷനിലേക്ക് അങ്ങ് അടുക്കുമ്പോൾ എന്താണെന്നറിയില്ല, അവൾക്ക് പിന്നെ ഭയങ്കര ടെൻഷനാണ്. അല്ലെങ്കിൽ അവർ പറയുന്നത് എനിക്ക് അറിയില്ല ഡോക്ടർ, ടെൻഷനെക്കാളും എനിക്ക് ഭയങ്കര പെയിനാണ്, സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് മാത്രമാണ് ഞാൻ വേണ്ടാന്ന് പറയുന്നത്. അപ്പം അവരെന്നെ പറയുന്നുണ്ട്, മേ ബി എന്നായിട്ടുള്ള ആ ഒരു ഇമോഷണൽ കണക്ഷൻ ഉള്ളതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരെന്നോ എന്നെ ഇട്ടിട്ട് പോയേനെ എന്നുള്ള ആ ഒരു രീതിയിലും കൂടെ ആ ഒരു വൈഫിന് ഭയങ്കര വേവലാതി ഉണ്ടായിരുന്നു. അപ്പം എന്തുകൊണ്ട് എന്നുള്ളത് പിന്നീട് വൈഫിനോട് മാത്രമായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, കാരണം എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നും അവരോട് ഇല്ല, പക്ഷെ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് അവരുടെ ഹിസ്റ്ററിയിലേക്ക് പോയി. അവരുടെ ചൈൽഡ്ഹുഡിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നോ, വീടുകളിൽ എങ്ങനെയായിരുന്നോ, ഉമ്മയപ്പ എങ്ങനെയായിരുന്നു, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞപ്പോഴാണ് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് അവരേതോ ഒരാൾ ഭയങ്കര മോശമായിട്ട് അവരെ കയറി പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ അവർക്ക് വീട്ടിലാരോടും പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കോ, അല്ലെങ്കിൽ ഈ ആൾ തന്നെ ആ കുട്ടീനെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നോ, നീ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വിശ്വസിക്കാൻ പോകുന്നില്ല, ഇത് കാരണം നിനക്ക് പല ഇഷ്യൂസ് ഉണ്ടാവാൻ പോകുന്നുണ്ട് എന്നുള്ള രീതിയിൽ ആ കുട്ടീനെ മെൻ്റലി ഭയങ്കരമായിട്ട് പറയാനും പറ്റാത്ത അവസ്ഥ. പക്ഷേ ആ കുട്ടിക്ക് അന്ന് ഫീൽ ചെയ്ത പേടിയാണെങ്കിലും ടെൻഷനാണെങ്കിലും ആ ഒരാളുടെ അടുത്ത് നിന്നുണ്ടായ ഇമോഷൻസ് ഭയങ്കരമായിട്ട് എക്സ്ട്രീം ആയിരുന്നു. അപ്പം ഇത്രയും കാലം ആ കുട്ടി അത് പിന്നീട് ഒരിക്കലും ഒരാളോട് പറഞ്ഞിട്ടില്ല. ഈ കുട്ടിക്ക് പിന്നെ എന്താ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ, ഓക്കെ അത് കഴിഞ്ഞു, പക്ഷേ ആര് കല്യാണം കഴിക്കാമെന്ന് പറയുമ്പോഴും ഇങ്ങനെ ഒരു സംഭവം അതിൽ ബാക്കിൽ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ കല്യാണം കഴിച്ച ആളുകൾ തമ്മിൽ ഇങ്ങനത്തെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമല്ലോ, അതെങ്ങനെയാണ്, അത് എത്രയോ, കാരണം ഈ കുട്ടിക്ക് കൺസെൻറ്റ് ഇല്ലാതെ നടന്നത് കൊണ്ട് തന്നെ അത് ഭയങ്കര ഒരു ഫിയർഫുൾ ആയിട്ടുള്ളൊരു സംഭവമായി മാറി. അപ്പം ഇവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കല്യാണത്തിനേ താല്പര്യം ഉണ്ടായിരുന്നില്ല, ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കില്ല എന്ന് വിചാരിച്ച ഒരാളാണ്, പക്ഷെ എൻ്റെ വീട്ടുകാരെ നിർബന്ധത്തിന് മാത്രം വഴങ്ങി ഞാൻ കല്യാണത്തിലേക്ക് വന്ന ആളാണ്. എൻ്റെ ഹസ്ബൻഡ് ഭയങ്കരമാണ്, നല്ല ആളാണ്, ഒരിക്കലും ഞാൻ ഹസ്ബൻഡിനെ കുറ്റപ്പെടുത്തില്ല, പക്ഷേ എനിക്ക് കഴിയുന്നില്ല ഡോക്ടർ, എനിക്ക് ഹസ്ബൻഡ് ആണെങ്കിലും ഞാൻ നിന്ന് കൊടുക്കുകയാണ്, ആളുടെ മുന്നിൽ ഇനി ആൾക്കൊരു സങ്കടം വേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കടിച്ചു പിടിച്ചൊരു പാവ നിൽക്കുന്ന പോലെ നിന്ന് കൊടുക്കുകയാണ്, എനിക്ക് വേറെ ഒന്നും അങ്ങോട്ട് പോലും ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് പറഞ്ഞ് അവർ കരയാണ്. കാരണം അവർ അത്രയും കാലം അവർ വിചാരിച്ചിരുന്നത് ഇതൊന്നും അവരെ ഇഷ്യൂ മാറ്റർ ചെയ്യുന്നില്ല, ഇങ്ങനെ ഒരു പ്രശ്നം എന്നുള്ളത് ഉണ്ട്, പക്ഷെ ഇത് കാരണമാണ് ഇങ്ങനത്തെ ഇഷ്യൂസ് വന്നത് എന്നുള്ളത് ഈ കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇത്രയും വലിയൊരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഈ കുട്ടീൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് അത് വേറൊരാളോട് ആ കുട്ടിക്ക് ഷെയർ ചെയ്യാൻ പറ്റാതെ അതിൻ്റെ ബേർഡൻ, അതാണ് കാരണം എന്നറിയാതെ അതിൻ്റെ ബേർഡൻ ഒരുപാട് കാലമായിട്ട് ഈ കുട്ടി കൊണ്ട് നടക്കുകയായിരുന്നു. അപ്പം ഇതിൽ എന്താ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ, ഈ ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള ആ ഒരു ഫീലിംഗ് ആ കുട്ടീൻ്റെ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞപ്പം തന്നെ ആ കുട്ടി പകുതി എന്താ പറയുക, ആ കുട്ടീൻ്റെ പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ പറയാനുള്ള, അപ്പോൾ ഇതെന്താണ് കേസ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഇത് വജൈനസ്മസ് എന്ന് പറയുന്ന കേസാണ്. കാരണം മാനസികമായിട്ട് കുട്ടിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോലും ഇതിനോട് എങ്ങനെയായാലും അടുക്കാൻ പറ്റുന്നില്ല. ആ ആൾ അടുത്ത് വരുന്നുണ്ട്, നിന്ന് കൊടുക്കുകയാണ്, എനിക്ക് താല്പര്യമുണ്ട് പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ മൈൻഡ് അവിടെ സ്റ്റക്കാണ് എന്നുള്ളൊരവസ്ഥയായിരുന്നു. അപ്പം ഇങ്ങനത്തെ കേസുകൾ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ എന്ത് സജഷൻ കൊടുക്കണം, എങ്ങനെയാണ് അവരെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ എക്സസൈസസ് ആണ് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ അങ്ങനെ ഒരു പാർട്ട്ണർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ അപ്രോച്ച് ചെയ്യേണ്ടത്, നിങ്ങൾക്കാണ് ഈ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വരുത്തേണ്ട ചേഞ്ചസ് എന്തൊക്കെയാണ്,
എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ഹിബ സറോവിയ, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല. അപ്പം ഇങ്ങനെ വെജൈനസ്മസ് വരാനുള്ള കാരണം, അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തുള്ള മസിൽസ് അത്രയും ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്, ഡ്രൈനസ് ആണ്, ഒന്നും നടക്കുന്നില്ല എന്ന അവസ്ഥ വരാനുള്ള കാരണങ്ങൾ പലതുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും. അതായത് പലപ്പോഴും അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാവാം, അല്ലെങ്കിൽ പേടി കാരണമാവാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മുന്നേ എന്തെങ്കിലും ട്രോമാറ്റിക് എക്സ്പീരിയൻസസ് ഉണ്ടായതുകൊണ്ടാവാം, പാർട്ട്ണറുമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് പല ആളുകൾക്കും ഇതേ പ്രശ്നങ്ങൾ വരാറുണ്ട്. അതേപോലെ പണ്ട് ഉണ്ടായിരുന്നില്ല, പണ്ട് ഇങ്ങനെ ഒരു പ്രശ്നമേ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല, പക്ഷേ ഇപ്പം എന്താണെന്നറിയില്ല, ഇത് നടക്കുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതിൽ പല റീസൺസ് ഉണ്ട്. ചിലപ്പോൾ മെഡിക്കലി ഇഷ്യൂസ് വരുന്ന ആളുകൾക്ക് ഉണ്ടാകാറുണ്ട്. എന്തെങ്കിലും എന്താ പറയുക, പത്തോളജിക്കലായിട്ട് അവരുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസ് കാരണം ഉണ്ടാകാറുണ്ട്. പക്ഷെ നമ്മളെടുത്ത് വരുന്ന 90% പേഷ്യൻസിന് നമ്മൾ പറയാം അത് പാർട്ട്ണറും അവരും മനസ്സ് വെച്ചാൽ തന്നെ മാറാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, പിന്നെ അതിൻ്റെ ആ ഒരു മെൻ്റൽ സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് പലപ്പോഴും നമ്മൾ മെഡിസിൻസ് കൊടുക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ആ ഒരു മസിൽ ജസ്റ്റ് ഒന്ന് ലൈറ്റ്ലി റിലാക്സ് ചെയ്താൽ തന്നെ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് നടക്കും, ഒരു കുഴപ്പമില്ലാണ്ട് നടക്കും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളെ പാർട്ട്ണർ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ആദ്യം തന്നെ പറയാനുള്ളത് ഫോർപ്ലേ എന്ന് പറയുന്ന കാര്യം കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും പറയാറുണ്ട് ഫോർപ്ലേ ഞങ്ങൾ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ അവൾക്ക് നല്ലോണം ചെയ്ത് കൊടുക്കുന്ന ഫോർപ്ലേ ആണ്, പക്ഷെ എങ്കിൽ പോലും അവൾ റിലാക്സ്ഡ് ആവുന്നില്ല എന്നാണ് പല ഹസ്ബൻഡ്സും പരാതി പറയാറുള്ളത്. അതായത് എനിക്ക് എന്നെക്കാൾ ടൈം എടുത്ത് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാം കൺട്രോൾ ചെയ്ത് ഞാൻ അവൾക്ക് എല്ലാ രീതിയിലും, അവൾക്ക് ടച്ചിങ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഒക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്, പക്ഷെ അവൾ റിലാക്സ്ഡ് ആവുന്നില്ല, എന്താ ഡോക്ടർ എൻ്റെ കാരണം എന്നാണ്. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫോർപ്ലേ എന്ന് പറയുന്നത് ജസ്റ്റ് ഫിസിക്കൽ ടച്ച് മാത്രമല്ല. ഫിസിക്കൽ ടച്ച് എന്ന് പറയുന്നത് പലപ്പോഴും പുരുഷന്മാർ വിചാരിക്കാറുള്ളത് ബെഡ്റൂമിൽ പോയിട്ടുള്ള അവരുടെ സ്വകാര്യ ഭാഗങ്ങളിലുള്ള ടച്ചാണ് ഫോർപ്ലേ എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾ ഫസ്റ്റ് മാറ്റണം. കാരണം ഈ ഒരാൾക്ക് നിങ്ങളുമായിട്ട് കംഫർട്ട് സോണിലേക്ക് എത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ഓക്കെ ഞങ്ങൾ തമ്മിൽ നല്ല കംഫർട്ട് സോണിലാണ്, ഞങ്ങൾക്ക് ഇഷ്യൂ ഇല്ല എന്നുള്ളത്. പക്ഷെ ആ കംഫർട്ട് സോൺ വന്നിട്ടാണോ നിങ്ങൾ ഫസ്റ്റ് ടച്ച് ചെയ്തത് എന്നുള്ളത് നിങ്ങൾ ആദ്യം നോക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഓൾറെഡി ഇങ്ങനെ പേടിയും ആദിയും അല്ലെങ്കിൽ ഈ അറപ്പും ഒക്കെ ഫീൽ ചെയ്തിട്ടായിരിക്കും അവരുടെ ആദ്യ രാത്രിയിലേക്ക് പ്രവേശിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ ചിലപ്പം എന്താ പറയുക, മനസ്സുകൊണ്ട് ഒരുങ്ങാത്ത ഒരാൾ, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ പോലും ഈ എന്താ പറയുക, അവർ മാനസികമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ശാരീരികമായിട്ട് അവിടെ റെഡിയേ അല്ലാത്ത ഒരാളെ പോയിട്ട് കയറി പിടിച്ചുണ്ടാകുന്ന അവസ്ഥ എന്താണ്, അവർക്ക് ലിറ്ററലി ഫീൽ ചെയ്യാൻ പോകുന്നത് ഒരു കൈൻഡ് ഓഫ് അബ്യൂസ് ആണ്, അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് റേപ്പ് വിക്ടിം ഫീലിംഗ് ആയിരിക്കും അവർക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ആദ്യ കാലങ്ങളിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അവരോട് സംസാരിക്കുക, കാര്യങ്ങൾ ചോദിക്കുക. ചിലപ്പം ആദ്യം തന്നെ സെക്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയും നിങ്ങളോട് ഓപ്പണായിട്ട് സംസാരിക്കില്ല. പക്ഷെ അവിടെ ചെയ്യേണ്ടത് എന്താണ്, നിങ്ങൾ അവരോട് അവരുടെ ബാക്കിയുള്ള അവരുടെ ലൈഫാണെങ്കിലും അവരുടെ കരിയർ ആണെങ്കിലും അവരുടെ പേഴ്സണൽ ചോയ്സസ് ആണെങ്കിലും അവരുടെ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങൾ, അങ്ങനെ നിങ്ങൾക്ക് ആകാശത്തിൻ്റെയും ഭൂമിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടുന്നോ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ സംസാരിക്കുക. നിങ്ങൾ ആക്ച്വലി ഒരു ലെവലിലാണ് ഓക്കെ ഈ ആൾക്ക് എൻ്റെ ഇഷ്ടങ്ങൾ അറിയണം, അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, എൻ്റെ താല്പര്യങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഏകദേശം സിമിലർ കൈൻഡ് ഓഫ് ഇഷ്ടങ്ങളുള്ള ആളാണ്. ഇതൊക്കെ ഒരു ലേഡിക്ക് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ട്രസ്റ്റ് അവിടെ ബിൽഡ് ചെയ്യാണ്. ഓക്കെ ഈ ആൾ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും എൻ്റെ ഒപ്പം ഉണ്ടാവും, എൻ്റെ കൂടെ ഉണ്ടാവും, എൻ്റെ ഒരു പാർട്ടാണ്, എൻ്റെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൻ്റെ എൻ്റെ ബോഡിയുടെ തന്നെ ഒരു ഭാഗമാണ് എന്നുള്ള ആ ഒരു ഇമോഷനിലേക്ക് ആ ഒരു ലേഡി എത്തുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, അതായത് ഒരു സ്ത്രീക്ക് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നല്ല സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ഒരു പുരുഷനേക്കാളും സെക്ഷൽ താല്പര്യങ്ങൾ ഡിസയറുകൾ വരും. ഓക്കെ അതായത് ഇപ്പം ഒരു പുരുഷന് കണ്ടു കഴിഞ്ഞാൽ തോന്നുന്ന ഡിസയറാണ് ഒരു സ്ത്രീക്ക് ഇമോഷൻസിലൂടെ നിങ്ങൾക്ക് ചുമ്മാ ജസ്റ്റ് ഒന്ന് ചെന്ന് ആളൊന്ന് കെട്ടിപ്പിടിച്ച് എന്താടാ ഇന്ന് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു നീ ഓക്കെ ആണോ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പോയാലോ, അല്ലെ ഇങ്ങനെ ചെയ്താലോ, അല്ലെങ്കിൽ ആ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് അവരെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, എന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെ പല പല ഇമോഷൻസ് ഉണ്ട്. അപ്പം ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സ്ത്രീകൾക്ക് പലപ്പോഴും ഈ ഒരു ഡിസയർ ഓൺ ആവും. അപ്പം ഇത് ഓൺ ആയി കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ ഈ ഒരു പാർട്ട്ണർ ഇപ്പോൾ ഓൾറെഡി ഈ ഒരു
ട്രോമാറ്റിക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ താല്പര്യമില്ലായ്മ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉള്ള ഒരാൾക്ക് നിങ്ങൾ ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ പകുതി പ്രശ്നം സോൾവ് ആവുകയാണ്. പിന്നെ വരുന്ന ഭാഗമാണ് ലൂബ്രിക്കേഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ പൊതുവെ ഫസ്റ്റ് നൈറ്റിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ഇത് ഭയങ്കര പെയിൻഫുൾ എക്സ്പീരിയൻസ് ആണ് മോളെ, എന്തായാലും ആദ്യ രാത്രി എന്ന് പറയുന്ന ടെറബിൾ എക്സ്പീരിയൻസ് ആണ്, എൻ്റെ ലൈഫിൽ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയാണ് കേട്ടോ എന്ന് പറഞ്ഞു തരുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും ഈ സ്ത്രീക്ക്. അതേപോലെ തന്നെ ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും സെക്സ് എന്ന് പറയുന്നത് പുരുഷന്മാരുടെ മാത്രം കുത്തകയാണ്, അതിൽ സ്ത്രീകൾക്ക് ഒരു എൻജോയ്മെൻറ്റോ അല്ലെങ്കിൽ ഒന്നും കിട്ടാൻ പോകുന്നല്ല, അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമുക്ക് പെയിൻ മാത്രമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതേ തോട്ട്സ് മനസ്സിൽ റിവൈൻഡ് ഇട്ടിട്ട് പഠിച്ചോനെ എൻ്റെ ഈ ഒരു സെക്സ് ലൈഫ് എങ്ങനെയായി പോവും, എൻ്റെ ഈ ഒരു മാരേജ് ലൈഫ് ഇനി എങ്ങോട്ടാണ് പോകുന്നത്, ഈ ആളിനി ഏത് രൂപത്തിലുള്ള ആളാണാവോ, എപ്പോഴും ഇത് വേണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആളാണോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആദികൾ അവരുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ ഈ ആദികൾ എന്തായാലും ഈ ഒരു ഭാഗത്തേക്കുള്ള മസിലിനെ റിലാക്സ് ചെയ്യുന്നത് മാത്രമല്ല ആ ഒരു ഭാഗത്ത് നാച്ചുറലി ഉണ്ടാക്കുന്ന ലൂബ്രിക്കേഷൻ പോലും ഇല്ലാണ്ടാക്കും. അപ്പം ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ലൂബ്രിക്കേഷൻ ഉണ്ടോ, നിങ്ങൾ പെനട്രേറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ലൂബ്രിക്കേഷൻ വരുന്നുണ്ടോ, അറ്റ്ലീസ്റ്റ് ആ ഒരു പുറത്തുള്ള അവരുടെ ആ ഒരു യോനിക്ക് പുറത്തുള്ള ഭാഗത്ത് ചെറിയ രീതിയിലെങ്കിലും നനവ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഡയറക്റ്റ് ഇൻസേർട്ട് ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ആ ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് ലൂബ്രിക്കേഷൻ ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ അതിനിപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം സെക്സ് ചെയ്യുകയാണെങ്കിലും ഇനി നിങ്ങൾ ഒരുപാട് കാലം കഴിഞ്ഞ് സെക്സ് ചെയ്യുകയാണെങ്കിലും ഇത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിട്ടായിരിക്കും ആ സ്ത്രീക്ക് വരാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഭാഗം ആ ഒരു യോനിയുടെ ആ ഒരു എൻട്രൻസിൽ അവിടെ ലൂബ്രിക്കേഷൻ ഇല്ലായിരിക്കും. ചിലപ്പോൾ അവർക്ക് അകത്ത് ലൂബ്രിക്കേഷൻ ഉണ്ടായിരിക്കും, പക്ഷെ അത് നോട്ട് എനഫ് എന്ന് പറയാം. അതായത് അത് കറക്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തേക്ക് വന്നിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ രീതിയിലുള്ള വാട്ടർ ബേസ്ഡ് ലൂബ്രിക്കൻസ് യൂസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാത്ത പക്ഷം നിങ്ങൾ എങ്ങനെ ഇനിയിപ്പോൾ ചില ആളുകൾ പറയാറുണ്ട് ഞാൻ സെക്സ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പൊസിഷൻസ് മാറ്റാറില്ല, കാരണം പൊസിഷൻസ് മാറ്റിക്കഴിഞ്ഞാൽ ഇതേപോലെ ഈ ഒരു ഡ്രൈനെസ് കാരണം ഭയങ്കര പെയിൻഫുൾ ആവുന്നുണ്ട്, പിന്നെ ഞങ്ങൾ സെക്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം പിന്നെ അവിടെ മസിൽ അങ്ങ് ഇറുകി പിടിച്ചിട്ടുണ്ടാവും എന്ന്. അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ ഒരു ലൂബ്രിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യുകയാണ് നിങ്ങളുടെ ലിംഗത്തിൻ്റെ മേലെയാണെങ്കിലും ഈ യോനിയുടെ ജസ്റ്റ് എൻട്രൻസിൻ്റെ ആ ഒരു ഭാഗത്ത് ജസ്റ്റ് വെറുതെ ഒന്ന് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകും. അപ്പം എൻട്രൻസ് തന്നെ ഭയങ്കര, അതായത് നിങ്ങൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ഭയങ്കര പെയിൻഫുൾ ആണെങ്കിൽ പിന്നെ ബാക്കിയുള്ള കാര്യം പറയേണ്ടതില്ലല്ലോ. അപ്പം ലൂബ്രിക്കേഷൻ ഉണ്ട് എന്നുള്ളത് അത് പ്രത്യേകമായിട്ട് ലൂബ്രിക്കേഷൻ ഇല്ല എന്നാണെങ്കിൽ വാട്ടർ ബേസ്ഡ് ലൂബ്രിക്കേഷൻ നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അതേപോലെ തന്നെ ചില ആളുകളിലുണ്ട് ചില രോഗങ്ങൾ കാരണം ലൂബ്രിക്കേഷൻസ് ഉണ്ടാവാറില്ല, ഭയങ്കരമായിട്ട് വെള്ളപ്പൊക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് നീർക്കെട്ടുള്ള ആളുകൾ ഒക്കെ പല രീതിയിലുള്ള എന്താ പറയുക സർവിസൈറ്റിസ് വെജൈനൈറ്റിസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള ആളുകളിൽ ചില ആളുകളിൽ ഈ ഒരു സെക്സിൻ്റെ സമയത്ത് മാത്രം അവർക്ക് ലൂബ്രിക്കേഷൻ ഉണ്ടാവില്ല, അല്ലാത്ത സമയത്തൊക്കെ ഭയങ്കര വെള്ള ഡോക്ടറെ ഈ ഒരു ടൈമിൽ ഇതൊന്നും കാണില്ല എന്ന് പറയുന്ന ഒരുപാട് പേഷ്യൻസ് നമ്മളടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അതേപോലെ പറയാനുള്ളതാണ് നിങ്ങൾ പൊസിഷൻ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ നോക്കുക എന്നുള്ളത്. കാരണം അധിക കേസുകളിലും ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്ത്രീക്ക് ഇതിനെക്കുറിച്ച് ഒരു എന്താ പറയുക ബേസിക് ഇൻഫോർമേഷൻ പോലും ഉണ്ടാകാറില്ല. അല്ലെങ്കിൽ ഓക്കെ എന്തോ നടക്കുന്നുണ്ട്, എന്തോ ഒരു പെനട്രേഷൻ അവിടെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിന് ഇങ്ങനെ പൊസിഷൻ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് പോലും അറിയാത്ത പല ആളുകളും ഉണ്ട്. അപ്പം നിങ്ങൾ ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് ഒരു പുരുഷനാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് റിസർച്ച് ചെയ്ത് ഇങ്ങനെ പൊസിഷൻ ചെയ്യാം, അങ്ങനെ പൊസിഷൻ നോക്കാം, അല്ലെങ്കിൽ ഈ പൊസിഷനാണ് ഏറ്റവും എൻജോയബിൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് വരുമ്പം ഇത് നിങ്ങളുടെ വൈഫ് ഇതിന് ഓക്കെ ആണോ, വൈഫിൻ്റെ മുഖഭാവങ്ങൾ എങ്ങനെയാണ്, അവർ ഓക്കെ ആണോ, അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ, അവർക്ക് പെയിൻഫുൾ ആകുന്നുണ്ടോ, ഇതൊക്കെ നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കേണ്ടതുണ്ട്. കാരണം അല്ലാത്ത പക്ഷം ചില പൊസിഷനിൽ ഈ പറഞ്ഞ പോലെ ഡ്രൈനെസ് കയറി വരാനും അതേപോലെ അവർക്ക് ആ ഒരു കംഫർട്ട് ഭയങ്കരമായിട്ട് ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രോബബ്ലി ഈ പറഞ്ഞ വജൈനിസ്മസ് അവിടെ താനെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ലേഡീസിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റിലാക്സേഷൻ എക്സസൈസുകൾ ചെയ്യുക എന്നുള്ളതാണ്. കിടന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല രീതിയിലുള്ള എക്സസൈസുകളും ചെയ്യാവുന്നതാണ്. അതായത് ബ്രീതിങ് എക്സസൈസ്, ബേസിക്കലി ബ്രീതിങ് എക്സസൈസ് ആണ് ഇതിൽ ഫസ്റ്റ് വേണ്ടത്. അതായത് നിങ്ങൾ കിടന്നുകൊണ്ട് ഡീപ്പായി, അതായത് മുട്ട് മടക്കി കിടന്നുകൊണ്ട് ഡീപ്പായിട്ട് ശ്വാസം വലിക്കുന്നു,
വലിക്കുന്ന ശ്വാസം നിങ്ങൾ വയറിലൂടെ പുറത്തേക്ക് പതിയെ വിടുന്നു. അതായത് അകത്തേക്ക് വലിക്കുന്നതിനേക്കാൾ ഡബിൾ ടൈം എടുത്ത് പുറത്തേക്ക് വിടുന്നു. അപ്പം നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ ഇമാജിൻ ചെയ്യാണ് നിങ്ങളുടെ ആ ഒരു യോനിയുടെ ചുറ്റിലുമുള്ള മസിൽസ് ഭയങ്കരമായിട്ട് നല്ല സുഖമുള്ള രീതിയിൽ റിലാക്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അതേപോലെ പിന്നെ ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾ കിടന്ന് നിങ്ങളുടെ മുട്ട് മടക്കി നിങ്ങളുടെ മൂക്കിൻ്റെ ഒറ്റ, അതായത് ഈ കുട്ടികളൊക്കെ കിടക്കുന്ന പോലെ കിടന്ന് മെല്ലെ ജെൻ്റ്ലി റോക്ക് ചെയ്യുക എന്നുള്ളത്. അതേപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എന്താ പറയുക, പല രീതിയിലുള്ള യോഗ പൊസിഷൻസ് നിങ്ങൾക്ക് കിട്ടും. ആ യോഗ പൊസിഷൻസ് ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കാവുന്നതാണ്. അതേപോലെ റിവേഴ്സ് കീഗിൾസ് എക്സസൈസ് ഉണ്ട്. അതായത് നിങ്ങൾ ഈ എന്താണ് ആ ഒരു ഭാഗത്തുള്ള മസിൽസിനെ നമ്മൾ ഈ പൂ വിരിയുന്നതും പൂവിനെ ഇങ്ങനെ വിരിഞ്ഞ പൂവിനെ ഇങ്ങനെ വലിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോവുക, വീണ്ടും ഇതിങ്ങനെ റിലാക്സ് ചെയ്യുക. ആ രീതിയിലേക്ക് നിങ്ങളുടെ ആ ഒരു ഭാഗത്തുള്ള മസിൽസിനെ നല്ല രീതിയിലേക്ക് അകത്തേക്ക് വലിച്ചു പിടിക്കുക, വീണ്ടും മെല്ലെ മെല്ലെ റിലാക്സ് ചെയ്ത് വിടുക എന്നുള്ളത്. ഇത് ഏറ്റവും സ്ലോ ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. 10 സെക്കൻഡ്സ് ഒക്കെ എടുത്ത് പതിയെ പതിയെ ഓരോ റൗണ്ടും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇനി പുരുഷന്മാരിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന മറ്റൊന്നാണ് ഫിംഗറിങ് ടെക്നിക്ക് എന്നുള്ളത്. അപ്പോൾ ഫിംഗറിങ് എന്ന് കേൾക്കുമ്പോൾ പൊതുവെ ആളുകളിൽ ഈ പോൺ സൈറ്റിലൊക്കെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ എന്തൊക്കെയോ ഇമാജിനേഷൻസിൽ ചെയ്തിട്ടുള്ള അങ്ങനെ ഒരു ഐഡിയ ഇല്ലാതെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ വൾഗറായിട്ടുള്ള രീതിയിൽ ചെയ്യാറുണ്ട്. അത് ഈ ഒരു ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള സ്ത്രീകൾക്ക് അത് എന്താ പറയുക, അതിൻ്റെ എഫക്റ്റ് ഭയങ്കര നെഗറ്റീവായിട്ടാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ലിംഗം കയറുന്നില്ല എന്നാണെങ്കിൽ ഫിംഗറെങ്കിലും കയറണ്ടേ എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇപ്പം നിങ്ങൾ പറയുന്ന ഫിംഗറിന് പകരം നിങ്ങൾ ആ ഭാഗത്ത് ചിലപ്പോൾ അവർക്ക് ആ ഭാഗത്ത് ടാമ്പോൺസ് അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ കപ്സ് പോലും വെക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പം ആ ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾ ഒരു എന്താ പറയുക, ആ ഒരു സ്ത്രീക്ക് ഒരു രീതിയിലുള്ള പരിഗണന കൊടുക്കാതെ നിങ്ങൾ ഫിംഗർ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു പ്രശ്നം ഭയങ്കരമായിട്ട് കൂടുകയുള്ളൂ. അതൊരിക്കലും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ബേസിക് ആയിട്ട് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം പുറമേന്ന് ടച്ചിങ് തുടങ്ങുക എന്നുള്ളതാണ്. പുറമേന്ന് ടച്ചിങ് തുടങ്ങി അവരുടെ എക്സ്റ്റേണൽ എന്താ പറയുക കാണുന്ന ഭാഗങ്ങൾ, അതായത് എന്താണ് ഒരിക്കലും ഡയറക്റ്റ് യോനിയിലേക്ക് നിങ്ങൾ ടച്ച് ചെയ്യാൻ പോകരുത് എന്നുള്ളതാണ് ഫസ്റ്റ് തന്നെ പറയാനുള്ളത്. ഈ ഒരു പേഴ്സണിനെ അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീനെ ആ ഒരു സെൻസേഷനിലേക്ക് കൊണ്ടുവരുന്നതിന് ഫസ്റ്റ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ അവരുടെ ആ ഒരു എന്താ പറയുക അല്ലാത്ത ഭാഗങ്ങൾ അല്ലെങ്കിൽ സെക്ഷലി നിങ്ങൾ കാണുന്ന അല്ലാത്ത ഭാഗങ്ങളിൽ നിങ്ങൾ ടച്ച് കൊടുക്കുക. കാരണം ഈ സ്ത്രീകളിൽ ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഈ ഏരിയാസിലേക്ക് നിങ്ങൾ ഒരുപക്ഷെ ചുംബനമാവാം അല്ലെങ്കിൽ ഭയങ്കര ഫെദറി ആയിട്ടുള്ള ടച്ചസ് ആവാം. ഇങ്ങനെ ടച്ച് ചെയ്ത് അവരൊക്കെയാണ്, അവരൊന്ന് ഈ ഒരു രീതിയിലേക്ക് ചെറുതായിട്ടെങ്കിലും വരുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് മാത്രമാണ് നിങ്ങൾ യോനിയുടെ ഭാഗത്തേക്ക് വരാവൂ. അങ്ങനെ വന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഡയറക്റ്റ് ഫിംഗർ ചെയ്യുക എന്നുള്ളതല്ല, ഈ പറയുന്ന പോലെ സറൗണ്ടിങ്സിൽ പതിയെ ടച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ടച്ചിങ് ഭയങ്കര സോഫ്റ്റ് ആൻഡ് ഫെദറി ആയിരിക്കണം എന്നുള്ളതാണ് പ്രത്യേകം പറയാനുള്ളത്. പിന്നെ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എപ്പോഴും ഫിംഗർ ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് എല്ലാ ഫിംഗറും കൂടെ കുത്തിക്കയറ്റുന്നതിന് പകരം ഏറ്റവും കുത്തിക്കയറ്റുക എന്നുള്ളത് വളരെ ലേറ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഒരിക്കലും ആ ഒരു ഭാഗത്തേക്ക് പോവേ വേണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരം സ്ത്രീകളിൽ നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ലൂബ്രിക്കേഷൻസ്, വാട്ടർ ബേസ്ഡ് ലൂബ്രിക്കേഷൻസിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു. ഈ വാട്ടർ ബേസ്ഡ് ലൂബ്രിക്കേഷൻസ് നിങ്ങൾ ഫിംഗർ ടിപ്സിലാക്കിയിട്ട് ആ എൻട്രൻസ് മാത്രം അവർക്കൊന്ന് സർക്കുലർ മോഷനിൽ, അതായത് അവരുടെ ആ ഒരു എൻട്രൻസിൻ്റെ ആ ഒരു ഭാഗം മാത്രം സർക്കുലർ മോഷനിൽ നിങ്ങൾ റബ്ബ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇത് റബ്ബ് ചെയ്ത് പതിയെ മാത്രം ഇൻസേർട്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു പോയിന്റിൽ വൈഫ് പറയാണ് വേണ്ട എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നിർത്തിയിരിക്കണം. കാരണം അതിൻ്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ വെറുതെ ആയി പോകും. അപ്പം ഇത് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ ഈ ഒരു രീതിയിലേക്ക് ഫിംഗർ ചെയ്ത് പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഒരു പോയിന്റ് ഓഫ് ടൈം കഴിഞ്ഞാൽ അവർ അതിനോട് യൂസ്ഡ് ആയിട്ട് അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യും. അല്ലാതെ നിങ്ങൾ ഇപ്പോൾ പൊതുവേ നമ്മൾ പേഷ്യൻസിനോട് ഫോർപ്ലേനെ കുറിച്ചൊക്കെ ചോദിക്കുന്ന സമയത്ത് ഫിംഗർ ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ഫിംഗർ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്, അവർക്ക് അതിനോട് താല്പര്യമില്ല എന്നാണ് പറയാറുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ ഒരാൾക്ക് ഒരിക്കലും നിങ്ങൾ ഫിംഗർ ചെയ്ത് കൊടുക്കരുത് എന്നുള്ളതാണ് അതിൽ ആദ്യം തന്നെ പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ടും നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു സെക്സിലേക്ക് ഏർപ്പെടാൻ പറ്റുന്നില്ല, അപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു ഇഷ്യൂസ് ഉണ്ട്, വേദനയുണ്ട്, ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള മെത്തഡോളജി അല്ലെങ്കിൽ മെഡിസിൻസ് എന്താണ് കഴിക്കേണ്ടത് എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ഹിബ സറോവിയ, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല.